കേഡൽ ജിൻസൺ രാജ കേരളം ഒരു കാലത്തും മറക്കാത്ത പേര്. നന്ദൻകോട് കൂട്ടക്കൊല കേസിൽ 8 വർഷത്തിനിപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. പ്രതിയായിട്ടുള്ള കേഡൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം തടവാണ്. 15 ലക്ഷം രൂപ പിഴയും നൽകണം. 4 കേസുകളായി 26 വർഷം തടവാണ് ഒരുമിച്ച് അനുഭവിക്കേണ്ടത്. വധശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യം പ്രായം പരിഗണിച്ചുകൊണ്ട് തള്ളുകയായിരുന്നു. ഒടുവിൽ കേരളത്തെ നടുക്കിയ കൂട്ടക്കൊലപാതകത്തിൽ വിധിയെത്തുകയാണ്. സ്വന്തം പിതാവ് പ്രൊഫസർ രാജാതങ്കം, മാതാവ് ഡോക്ടർ ജീൻ പത്മ, സഹോദരി കാരോളിൻ, ജീൻ പത്മയുടെ ബന്ധു ലളിത എന്നിവരെയാണ് കേഡൽ ജിൻസൺ രാജ കൊലപ്പെടുത്തിയത്. കുടുംബാംഗങ്ങളുടെ ആത്മാവ് ശരീരം വിട്ട് സ്വർഗത്തിലേക്ക് പറന്നു പോകുന്ന സാത്താൻ സേവയായ ആസ്ട്രൽ പ്രൊജക്ഷന്റെ ഭാഗമായാണ് താൻ കൊലപാതകം നടത്തിയതെന്നാണ് കേഡൽ പോലീസിന് നൽകിയ കുറ്റസമ്മതമൊഴിയിൽ പറഞ്ഞിരുന്നത്. ഒരുപക്ഷെ ഇന്നേ വരെ നമ്മൾ ആരും കേട്ടിട്ടില്ലാത്ത ആസ്ട്രൽ പ്രൊജക്ഷൻ എന്താണെന്ന് ആളുകൾ ഗൂഗിളിൽ തിരയാൻ തുടങ്ങി. ഇതെല്ലാം സത്യമാണോ എന്നുള്ളതും നമ്മളും അന്വേഷിക്കാൻ തുടങ്ങി. കൂടുവിട്ട് കൂടുമാറ്റം എന്നൊക്കെ പറയാവുന്ന തരം ബ്ലാക്ക് മാജിക്കാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ. ശരീരം വിട്ട് ആത്മാവ് മറ്റെവിടെയോ സഞ്ചരിക്കുകയാണെന്ന തോന്നലുണ്ടാക്കുന്ന ഒരു മനോനിലയാണിത്. അല്ലെങ്കിൽ ഒരാൾക്ക് ഒരേ സമയം 2 വ്യത്യസ്ത സ്ഥലങ്ങളിൽ എത്തിച്ചേരാനാകുമെന്ന് തോന്നിപ്പിക്കുന്ന അവസ്ഥ. ആസ്ട്രൽ എന്ന വാക്കിന് നക്ഷത്രമയം എന്നാണ് അർത്ഥം. താന്ത്രിക വിദ്യയിലേതുപോലെയുള്ള മാർഗങ്ങളാണ് ഇത് പരിശീലിപ്പിക്കുന്ന സാത്താൻ സേവക്കാരും പ്രയോഗിക്കുന്നത്. ആസ്ട്രൽ പ്രൊജക്ഷൻ പരീക്ഷണത്തിൽ വിജയിച്ചാൽ വിശാലമായതും മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്തതുമായ കാഴ്ചകൾ കാണാനാകുമെന്നാണ് വിശ്വാസം. വ്യക്തികളുടെ ആത്മാവിനെ ഇതുവഴി സ്പർശിക്കാനാകുമെന്നും ഇത് പ്രയോഗിക്കുന്നവർ പ്രചരിപ്പിക്കുന്നുണ്ട്. ആസ്ട്രൽ പ്രൊജക്ഷൻ അഥവാ ഡ്രീം യോഗയിൽ വർഷങ്ങളായി അകപ്പെട്ടു പോയ ഒട്ടേറെ ആളുകളുണ്ട്. ഇതിലെത്താൻ ഘട്ടങ്ങൾ അഭ്യസിക്കണമെന്ന് പറഞ്ഞാണ് ഇതിൻ്റെ പ്രചാരകർ ഇരകളെ വീഴ്ത്തുന്നത്. ഉന്മാദവും ഭ്രാന്തും ചേർന്ന മാനസിക നിലയിലേക്കാണ് ഇരകളെ എത്തിക്കുന്നത്. ആസ്ട്രൽ പ്രൊജക്ഷൻ സംബന്ധിച്ചുള്ള മറ്റു പ്രചാരണങ്ങൾ ഇങ്ങനെയാണ്. ആസ്ട്രൽ പ്രൊജക്ഷൻ നടത്തിയ വ്യക്തിക്ക് അതിഭയങ്കരമായ ഊർജ്ജവും ധൈര്യവും കിട്ടും. ഒരുവിധ ശക്തിക്കും അയാളെ തൊടാനാകില്ല. ഈ അവസ്ഥയിൽ ഇഷ്ടമുള്ളിടത്തേക്ക് പറക്കാനാകും. ആസ്ട്രൽ ട്രാവൽ എന്നാണിത് അറിയപ്പെടുന്നത്. ഇഷ്ടത്തിനനുസരിച്ച് ലോകത്തെ മാറ്റാനാകുമെന്നും വിശ്വസിപ്പിക്കും. ഇത്തരം ചെയ്തികൾ മതിഭ്രമം ഉണ്ടാക്കിയേക്കാമെന്നും മനഃശാസ്ത്രത്തിൽ മുന്നറിയിപ്പ് നൽകുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു പക്ഷേ തമാശയായി തോന്നാം. ഇതൊക്കെ ഉണ്ടോ എന്നൊക്കെ നമുക്കും തോന്നാം. എന്നാൽ ഇതിലെല്ലാം വിശ്വസിച്ച് അതിലൊരു പരീക്ഷണമാണ് കേഡൽ ജിൻസൺ രാജ ചെയ്തത്. അതും സ്വന്തം കുടുംബത്തിൽ. 4 പേരെ കൂട്ടക്കൊല ചെയ്ത കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്നായിരുന്നു പ്രോസിക്യൂഷൻ അടക്കം വാദിച്ചത്. കുടുംബത്തോട് തോന്നിയ വിരോധത്താൽ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും കൊലപ്പെടുത്തി. ഇതുകൂടാതെ ഈ കുടുംബത്തിന്റെ ആശ്രയത്തിൽ കഴിഞ്ഞ വൃദ്ധയും അന്ധയുമായ സ്ത്രീയെയും കൊലപ്പെടുത്തി. അമ്മാവനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഇക്കാര്യങ്ങളൊക്കെ തന്നെ പ്രോസിക്യൂഷൻ കോടതിയെ ബോധ്യപ്പെടുത്തിയിരുന്നു. 4 പേരെ കൊല ചെയ്തതിന് കൊലക്കുറ്റം വെവ്വേറെ തെളിഞ്ഞിരുന്നു. തെളിവ് നശിപ്പിച്ചതും വീട് തീവെച്ചതും തെളിഞ്ഞിരുന്നു. കൊലപാതകത്തിനും മറ്റു കുറ്റകൃത്യങ്ങൾക്കുമെല്ലാമായിട്ടാണ് 15 ലക്ഷം രൂപ പിഴ. ഇത് അമ്മാവനായിട്ടുള്ള ജോ സുന്ദരത്തിനാണ് നൽകേണ്ടത്. 2017 ഏപ്രിൽ 8-നാണ് ക്ലിഫ് ഹൗസിന് സമീപത്തുള്ള ബെയിൻസ് കോമ്പൗണ്ടിലെ 117 നമ്പർ വീട്ടിൽ പ്രൊഫസർ രാജാതങ്കം, ഭാര്യ ഡോക്ടർ ജീൻ പത്മ, മകൾ കാരോളിൻ, ബന്ധു ലളിത എന്നിവരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കേഡൽ ജിൻസൺ രാജ മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവിനെയും അതിദാരുണമായി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ആ കൊടും ക്രൂരതയുടെ നാൾവഴികൾ പരിശോധിക്കാം. 2017 ഏപ്രിൽ 4 കേസിലെ ഏക പ്രതി കേഡൽ ജിൻസൺ രാജ നന്ദൻകോടുള്ള വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് നിലം തുടയ്ക്കുന്ന മോപ്പ് വാങ്ങി ബെയിൻസ് കോമ്പൗണ്ട് 117 നമ്പർ വീട്ടിലെത്തി. ഓൺലൈനിലൂടെ വാങ്ങിയ മഴുവിന്റെ മൂർച്ച പരിശോധിച്ച് ഉറപ്പാക്കി. മഴ കൊണ്ട് തലയ്ക്ക് പിന്നിൽ വെട്ടിക്കൊലപ്പെടുത്തുന്ന രീതി യൂട്യൂബ് വീഡിയോകളിലൂടെ തെരഞ്ഞെടുത്തിരുന്നു. മനുഷ്യന്റെ ഡമ്മി ഉണ്ടാക്കി അതിൽ വെട്ടിപ്പരിശീലിച്ചു. ഏപ്രിൽ 5 രാവിലെ അമ്മ ഡോക്ടർ ജീൻ പത്മയെ മുകളിലത്തെ നിലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സ്വന്തമായി നിർമ്മിച്ച വീഡിയോ ഗെയിം കാണിക്കാനെന്ന പേരിലാണ് അമ്മയെ കൊണ്ടുപോയത്. മോണിറ്ററിന് മുന്നിലെ കസാരയിൽ ഇരുത്തിയ ശേഷം തലയ്ക്ക് പിന്നിൽ മഴുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തി. മൃതദേഹം കിടപ്പുമുറിയിൽ തന്നെ ഒളിപ്പിച്ചു. അന്നേ ദിവസം തന്നെ ഉച്ചയ്ക്ക് അച്ഛൻ പ്രൊഫസർ രാജാതങ്കം, കേഡലിന്റെ സഹോദരി കാരലിൻ എന്നിവർ എത്തിയപ്പോൾ ഒപ്പമിരുന്ന് ഊണ് കഴിച്ചു. രാജാതങ്കം ജീൻ പത്മയെക്കുറിച്ച് ചോദിച്ചപ്പോൾ പുറത്തുപോയെന്ന് പറഞ്ഞു. അന്ന് വൈകിട്ട് തന്നെ പിതാവിനെ മുറിയിൽ വരുത്തി സമാനമായ രീതിയിൽ കേഡൽ കൊലപ്പെടുത്തി. 1 മണിക്കൂറിന് ശേഷം സഹോദരി ഡോക്ടർ കാരോളിനെയും ഇതേ രീതിയിൽ തന്നെ വെട്ടിക്കൊന്നു. ഏപ്രിൽ 6 വീട്ടിൽ താമസിച്ചിരുന്ന കാഴ്ചാ പരിമിതി ഉണ്ടായിരുന്ന ബന്ധുവായ ലളിതയെ മുകളിലത്തെ നിലയിലെ കിടപ്പുമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി. മൃതദേഹം പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞു. അമ്മയുടെ വിദേശത്തുള്ള സുഹൃത്തിനൊപ്പം അച്ഛനും അമ്മയും സഹോദരിയും കന്യാകുമാരിയിലേക്ക് പോയെന്ന് ജോലിക്കാരിയോട് പറഞ്ഞു.
അന്ന് വൈകിട്ട് വീടിന് സമീപമുള്ള പെട്രോൾ പമ്പിൽ നിന്ന് 2 കന്നാസിൽ പെട്രോൾ വാങ്ങി. ഏപ്രിൽ 7 രാവിലെ പ്രൊഫസർ രാജ തങ്കത്തിന് പണം നൽകാൻ എസ്റ്റേറ്റിലെ ജീവനക്കാരൻ വീട്ടിലെത്തി. വാതിൽ തുറന്ന് കേഡൽ പണം കൈപ്പറ്റി. അച്ഛൻ വീട്ടിലില്ലെന്ന് പറഞ്ഞു. കാരോളിനെ ക്ലാസ്സിലെത്തിക്കാൻ എത്തിയ ഓട്ടോ ഡ്രൈവറെയും മടക്കി അയച്ചു. അച്ഛൻ, അമ്മ, സഹോദരി എന്നിവരുടെ മൃതദേഹങ്ങൾ പിന്നീട് മുകൾ നിലയിലെ ശുചിമുറിയിൽ കൂട്ടിയിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. ഇതിനിടെ തീ ആളിപ്പടർന്ന് കേഡലിലും നേരിയ തോതിൽ പൊള്ളലേറ്റു. ലളിതയുടെ മൃതദേഹം കിടക്കവിരിയിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു. തുടർന്ന് ബന്ധുവീട്ടിലെത്തിയപ്പോൾ ബന്ധുവായ ജോസ് എങ്ങനെയാണ് പൊള്ളലേറ്റതെന്ന് ചോദിച്ചു. കരിയില കത്തിച്ചപ്പോൾ പൊള്ളി എന്നാണ് കേഡൽ അതിന് മറുപടി പറഞ്ഞത്. ഏപ്രിൽ 8 രാത്രി മൃതദേഹങ്ങൾ വീണ്ടും കത്തിക്കാൻ ശ്രമിച്ചപ്പോൾ തീ ഫർണിച്ചറിലും കർട്ടനുകളിലും പിന്നാലെ വീട് മുഴുവൻ പടർന്നു. വസ്ത്രങ്ങളും വീട്ടിലുണ്ടായിരുന്ന 60,000 രൂപയുമായി കേഡൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയോടി. വീട്ടിലെ തീ കണ്ട അയൽക്കാർ ഫയർഫോഴ്സിലും പോലീസിലും വിവരം അറിയിച്ചു. തുടർന്നാണ് ഈ ഒരു വിവരം പുറംലോകം അറിയുന്നത്. കേഡൽ തിരുവനന്തപുരത്ത് നിന്നും നാഗർകോവിലേക്ക് ബസ്സിൽ പോയി. അവിടെ നിന്നാണ് ചെന്നൈയിലേക്ക് പോകുന്നത്. ഏപ്രിൽ 9 ചെന്നൈ എഗ്മോർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഓട്ടോയിൽ കയറി തുണിക്കടയിലേക്ക്. അവിടെ നിന്ന് വസ്ത്രങ്ങൾ വാങ്ങി. ചെന്നൈയിലെ ഹോട്ടലിൽ മുറിയെടുത്തു. തൻ്റെ ചിത്രം TV-യിൽ വന്നതോടെ അവിടെ നിന്നും മുങ്ങി. സ്വദേശമായ കന്യാകുമാരിയിലെ 10 കാണിയായിരുന്നു ലക്ഷ്യം. ഏപ്രിൽ 10 തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ കേഡലിനെ മഫ്തിയിലുള്ള പോലീസ് പിടികൂടി. ആദ്യഘട്ടത്തിൽ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച കേഡൽ താനല്ല കൊലപാതകങ്ങൾ നടത്തിയതെന്ന് പറഞ്ഞു. എന്നാൽ തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റസമ്മതം നടത്തുകയായിരുന്നു. കൊലയ്ക്ക് ശേഷം മൃതദേഹങ്ങൾ പ്ലാസ്റ്റിക് ഷീറ്റിൽ വെച്ച് വെട്ടി നുറുക്കിയ ശേഷം കത്തിക്കുകയായിരുന്നു. നന്ദൻകോട്ട് നിന്നാണ് പ്ലാസ്റ്റിക് ഷീറ്റും ഡെറ്റോളും മറ്റും പ്രതി വാങ്ങിയത്. മൃതദേഹങ്ങൾ കത്തിക്കുന്നതിനിടെ തീ ആളിപ്പടർന്നാണ് പ്രതിയുടെ ദേഹത്തും പൊള്ളലേറ്റത്. തുടർന്ന് മൃതദേഹങ്ങൾ വീടിനുള്ളിലെ ശുചിമുറിയിൽ ഉപേക്ഷിച്ച് പ്രതി ചെന്നൈയിലേക്ക് രക്ഷപ്പെട്ടു. പ്രതിയെ പിടികൂടുമ്പോൾ പൊള്ളലേറ്റ 31 പാടുകൾ ശരീരത്തിലുണ്ടായിരുന്നു. അറസ്റ്റിലായ ശേഷം പ്രതി നിരന്തരം മൊഴി മാറ്റി പറഞ്ഞത് അന്വേഷണ ഉദ്യോഗസ്ഥരെയും വലച്ചിരുന്നു. +2 മാത്രം പാസ്സായ കേഡലിലെ വിദേശ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതിന്റെ പേരിൽ പിതാവിൽ നിന്ന് നിരന്തരം അവഗണന നേരിട്ടിരുന്നു. പിതാവിനോട് കടുത്ത വിരോധമായിരുന്നു. അവഗണനയിൽ പ്രതിഷേധിച്ച് രക്ഷിതാക്കളോടുള്ള വൈരാഗ്യത്തിലാണ് താൻ കൊല നടത്തിയതെന്ന മൊഴിയാണ് റിമാൻഡ് റിപ്പോർട്ടിലടക്കം ചേർത്തിരുന്നത്. ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തുന്ന പരീക്ഷണമായ ആസ്ട്രൽ പ്രൊജക്ഷൻ ചെയ്യുന്നതിനിടെയാണ് കൊല നടത്തിയതെന്നും ഇയാൾ പിന്നീട് പോലീസിനോട് പറഞ്ഞിരുന്നു. കൊലയ്ക്ക് മുൻപ് പ്രതി മാതാപിതാക്കൾക്കും സഹോദരിക്കും ബന്ധുവിനും കീടനാശിനി കലർത്തിയ ഭക്ഷണം നൽകിയിരുന്നു. തുടർന്ന് ഛർദ്ദിച്ച് തളർന്ന ഇവരെ വെട്ടിക്കൊന്ന ശേഷം വീട്ടിലിട്ട് കത്തിക്കുകയായിരുന്നു. കൊലയ്ക്കുള്ള മഴു ഓൺലൈനായാണ് വാങ്ങിയത്. സംഭവശേഷമാണ് പിന്നീട് തൻ്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വരാൻ നോക്കിയപ്പോഴാണ് ഇവിടെ നിന്ന് മുങ്ങിയത്. പക്ഷെ അതിനിടയിലാണ് പ്രതി പിടിയിലാകുന്നത്. മനോരോഗിയായ തന്നെ വെറുതെ വിടണമെന്ന പ്രതിയുടെ ഹർജി കോടതി തള്ളിയിരുന്നു. പ്രതിക്ക് മാനസിക ആരോഗ്യമുണ്ടെന്ന മെഡിക്കൽ ബോർഡിന്റെ സാക്ഷ്യപ്പെടുത്തലിനെ തുടർന്നാണ് കേസ് വിചാരണയ്ക്കെടുത്തത്. കേഡൽ +2 വിദ്യാഭ്യാസ യോഗ്യത മാത്രമുള്ള തന്നോട് വീട്ടുകാർ കാണിച്ചിരുന്ന നിരന്തര അവഗണനയാണ് കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്നും കോടതിയിൽ വാദിച്ചു. മനഃശാസ്ത്രജ്ഞർ കേഡലിന് സ്കിസോഫ്രീനിയ എന്ന മാനസിക രോഗമാണെന്ന് ആദ്യം കണ്ടെത്തിയിരുന്നു.